അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാനായി മെട്രോമാൻ ഇ ശ്രീധരൻ മലപ്പുറത്ത് വിളിച്ച ആദ്യ യോഗം ആളില്ലാതെ പൊളിഞ്ഞു. 50-ൽ താഴെ ആളുകൾ മാത്രമാണ് പരിപാടിക്കെത്തിയത്. ജില്ലാ കളക്ടർ, SP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പരിപാടിക്കെത്തിയില്ല. കളക്ടറെയും SP-യെയും ക്ഷണിച്ചിരുന്നുവെന്നും കൂടുതൽ പേരെ പ്രതീക്ഷിച്ചിരുന്നുവെന്നും ശ്രീധരൻ പറഞ്ഞു. പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാൻ പാത കടന്നുപോകുന്ന എല്ലാ ജില്ലകളിലും പ്രത്യേക യോഗം വിളിക്കാനായിരുന്നു ശ്രീധരന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായുള്ള ആദ്യ യോഗമാണ് ഇന്ന് മലപ്പുറം KSRTC സ്റ്റാൻഡിന് സമീപത്തെ ഹാളിൽ വിളിച്ചത്. BJP അധികാരത്തിൽ വന്നാൽ അതിവേഗ റെയിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് ഇ ശ്രീധരൻ ആവർത്തിച്ചു. BJP അധികാരത്തിൽ വന്നാൽ 3 മാസം കൊണ്ട് പദ്ധതി നടപ്പാക്കും. BJP-കാരൻ എന്ന നിലയിൽ അക്കാര്യത്തിൽ ഉറപ്പു തരാനാകുമെന്നും മെട്രോമാൻ ആത്മവിശ്വാസം പങ്കുവച്ചു. പില്ലർ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. പില്ലറിന് 20 മീറ്റർ ഭൂമി മാത്രമാണ് ആവശ്യം. ഭൂമി വിട്ടുതരുന്നവർക്ക് നഷ്ടപരിഹാരം സർക്കാർ നൽകുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. കേരളത്തിൽ അതിവേഗ റെയിൽ പദ്ധതിക്കായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇ ശ്രീധരന്റെ നീക്കം. എന്നാൽ നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷന് കേരള ഹൈസ്പീഡ് റെയിൽവേ ലൈൻ പദ്ധതിയുമായി ബന്ധമില്ലെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട റെയിൽവേ മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഉടൻ വരുമെന്നും ഇ ശ്രീധരൻ വിശദീകരിക്കുന്നുണ്ട്. ജനങ്ങളുടെ സംശയങ്ങൾ ഇ ശ്രീധരൻ നേരിട്ട് പരിഹരിക്കുന്നത് ഗുണമാകുമെന്നാണ് വിലയിരുത്തൽ. അതിവേഗ റെയിൽ കടന്നുപോകുന്ന സ്ഥലങ്ങളിലെല്ലാം ജനസമ്പർക്ക പരിപാടി നടത്തും. അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട DPR തയ്യാറാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി തന്നോട് പറഞ്ഞിരുന്നുവെന്നും തന്റെ മേൽനോട്ടത്തിൽ DMRC അത് ചെയ്യണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇ ശ്രീധരൻ പറഞ്ഞു.